ISRO ചാരക്കേസിൽ നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്തത് തെളിവുകളില്ലാതെയെന്ന് CBI കുറ്റപത്രം. CI S വിജയനാണ് വ്യാജക്കേസ് സൃഷ്ടിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മറിയം റഷീദയെ അന്യായമായി തടങ്കലിൽ വെച്ച് പീഡിപ്പിച്ചതായും കുറ്റപത്രത്തിൽ പറയുന്നു. 30 വർഷമായുള്ള വേദന അനുഭവിച്ചാലേ മനസ്സിലാക്കൂ എന്ന് നമ്പിനാരായണൻ പ്രതികരിച്ചു. ISRO ചാരക്കേസിലെ ഗൂഢാലോചനയിൽ കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തമാണ് CBI കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. CI S വിജയൻ വ്യാജമായി സൃഷ്ടിച്ചതാണ് ചാരക്കേസെന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നു. മറിയം റഷീദയെ കയറിപ്പിടിച്ചപ്പോൾ പ്രതിരോധിച്ചതിലെ പ്രകോപനമാണ് കള്ളക്കേസ് കെട്ടിച്ചമയ്ക്കാൻ കാരണം. മറിയം റഷീദയെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത ദിവസങ്ങളോളം പീഡിപ്പിച്ചതായും CBI അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തെളിവില്ലാതെയാണ് ശാസ്ത്രജ്ഞൻ നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്തത്. നമ്പിനാരായണനെ പോലീസുകാർ മർദ്ദിച്ച് മൃതപ്രായനാക്കിയെന്ന് ഡോക്ടർ സുകുമാരൻ മൊഴി നൽകിയതായും കുറ്റപത്രത്തിൽ പറയുന്നു. താൻ തെറ്റുകാരനല്ലെന്ന് തെളിഞ്ഞതോടെ തൃപ്തനായെന്ന് നമ്പിനാരായണൻ പ്രതികരിച്ചു. 30 വർഷം ഇതിന് പുറത്ത് നടന്നിട്ടുള്ള ആ വേദന എന്താണുള്ളത് നിങ്ങൾക്ക് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഭയങ്കര കഷ്ടമാണ്. ഇറ്റ്സ് നോട്ട് എ ഈസി ജോബ്. എന്തായിരുന്നു എൻ്റെ പോരാട്ടം? ഒന്നാമത്തെ പോരാട്ടം ഞാൻ കുറ്റക്കാരനല്ല, അത് തെളിവാക്കിയല്ലോ, ക്ലിയറായില്ല. അടുത്തത് ഞാൻ കുറ്റക്കാരനല്ലെങ്കിൽ വേറെ ആരോ കുറ്റം ചെയ്തിട്ടുണ്ട്, അതും ഞാൻ തെളിവാക്കിയല്ലോ. ചാരക്കേസിലെ അപസർപ്പക കഥകൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത് S വിജയനാണെന്ന മൊഴിയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകർ CBIക്ക് നൽകിയത്. രാജ്യത്തിന്റെ ക്രയോജനിക് സാങ്കേതിക രംഗത്തെ മുന്നേറ്റം തടയാനാണ് ചാരക്കേസ് സൃഷ്ടിച്ചതെന്നായിരുന്നു FIRൽ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ചാരക്കേസിന് പിന്നിലെ രാജ്യാന്തര ഗൂഢാലോചനയെക്കുറിച്ച് കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നില്ലെന്നാണ് സൂചന. മുൻ DGPമാരായ CB മാത്യൂസ്, RB ശ്രീകുമാർ, മുൻ SP KK ജോഷുവ, CI S വിജയൻ, IB ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവരെ പ്രതി ചേർത്താണ് CBI കുറ്റപത്രം. തിരുവനന്തപുരം CJM കോടതി 26-ന് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.